ഒരു കാലത്ത് വിരാട് കോഹ്ലിയേക്കാൾ പ്രതിഭയുണ്ട് എന്ന് ആളുകളൊക്കെ വാഴ്ത്തിയിരുന്ന താരമായിരുന്നു. കാരണം ഈ T20 അണ്ടർ-19 തലത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഫോം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫീൽഡർമാരിൽ ഒരാൾ കൂടിയാണ് മനീഷ് പാണ്ഡെ. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലാണെങ്കിലും മറ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലാണെങ്കിലും ഒരു മികച്ച രീതിയിൽ ഫീൽഡ് ചെയ്യുന്നു. ഇതിനു മുമ്പ് മനീഷ് പാണ്ഡെയുടെ ഏറെ വൈറലായൊരു ഫീൽഡിംഗ് മികവ് 2014-15 ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു ഡൊമസ്റ്റിക് മത്സരത്തിൽ അഭിഷേക് നായർ, അതായത് ഇപ്പോഴത്തെ കൊൽക്കത്തയുടെ കോച്ചായ അഭിഷേക് നായർ അടിച്ചൊരു പന്ത് വൺ ഹാൻഡഡായി ഇതേപോലെ ലോങ് ഓഫിൽ നിന്നും പറന്ന് പിടിക്കുന്ന ഒരു വീഡിയോ ആ സമയത്ത് വൈറലായിരുന്നു. ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്യാച്ച് എന്ന രീതിയിൽ ആ സമയത്ത് അത് വൈറലായിരുന്നു. സുനിൽ ജോഷി എറിഞ്ഞ പന്താണെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ആ സമയത്ത് ആ ഒരു ഫീൽഡിംഗ് എബിലിറ്റി ആ സമയത്ത് വൈറലായിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, 2009 വിരാട് കോഹ്ലി ആ സമയത്ത് IPL ഫോം തെളിയിക്കുന്നതിന് മുമ്പ്, അന്താരാഷ്ട്ര തലത്തിൽ മികച്ച ഫോമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മനീഷ് പാണ്ഡെ ആയിരിക്കും നെക്സ്റ്റ് ബിഗ് തിങ് എന്ന രീതിയിലുള്ള ചർച്ചകൾ അദ്ദേഹം ആദ്യമായി IPL സെഞ്ചുറി അടിച്ച സമയത്തുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യം കൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടത്ര അവസരം ഇന്ത്യൻ ടീമിൽ ലഭിച്ചിട്ടില്ല. പതിയെ അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ വിസ്മൃതിയിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. 2013-14 സമയത്തൊക്കെ ഒരുപക്ഷെ നമ്പർ 3 അല്ലെങ്കിൽ നമ്പർ 4 പൊസിഷനിൽ വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ മനീഷ് പാണ്ഡെയും ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചേക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ മധ്യനിര ഇവർ നിയന്ത്രിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും അദ്ദേഹത്തെ ഭാഗ്യം കനിഞ്ഞില്ല. ആ സമയത്തും നമ്മൾ അമ്പാട്ടി റായുഡുവിലും അതുപോലെ തന്നെ മറ്റ് താരങ്ങളിലൊക്കെയാണ് ആ സമയത്ത് ഇന്ത്യൻ ടീം കൂടുതൽ പരിഗണിച്ചത്. യുവരാജ് സിംഗിന് പകരക്കാരനായിട്ടൊക്കെ അദ്ദേഹം ടീമിലെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്ന് സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു റൺ ചേസിൽ അദ്ദേഹം നേടിയൊരു സെഞ്ചുറിയാണ്. അപ്പോൾ മനീഷ് പാണ്ഡെ വർഷങ്ങളായി 2008 മുതലേ IPL ഉള്ളൊരു താരമാണ്.